ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ്. നമ്മുടെ ഒരു ഒരു ചെറിയ ഒരു ചക്ക വേവിക്കൽ പരിപാടി, മീൻ കറി. അപ്പം നല്ല മീൻ കിട്ടി, നല്ല ചാള മത്തിയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് കറി വയ്ക്കാം, പിന്നെ ചക്ക വേവിക്കാൻ കൂടെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചക്ക നോക്കി ഇന്നലെ കിട്ടിയതാണ്, അപ്പോൾ താഴെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് വരണം. പിന്നെന്താ, ആങ്ങളുടെ വീട്ടിൽ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ, മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു ഫുൾ ചക്ക ഉണ്ട്, അത് നമ്മൾ മൊത്തത്തിലെടുത്തു കേട്ടോ. മൊത്തത്തിലെടുത്തു, അത് പിന്നെ ഫുള്ള് വേവിച്ചൊന്നുമില്ല, നമ്മൾ പകുതി എടുത്ത് വേവിച്ചു, പക്ഷേ മൊത്തത്തിൽ അത് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ കാറങ്ങനെ ഓടിക്കും, പക്ഷേ എന്താ തനിയെ അങ്ങോട്ട് ഇതായിട്ടില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലും പിന്നെ അച്ഛനോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാനൊന്ന് എടുത്ത് വണ്ടി ഓടിക്കും. നേട്ടമുള്ള സമയത്ത് ഞങ്ങളിതുപോലെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലാണ്ട് ലൈസൻസിൻ്റെ ആ സമയത്ത് മാത്രമേ ഞാനൊന്ന് കാറ് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാണ്ട് ആരെങ്കിലും കൂടി വയ്ക്കുമ്പോഴൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കും. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാമെന്ന് വെച്ചേട്ടോ. കാരണം ഇപ്പോൾ നമ്മളങ്ങനെ എടുക്കാതിരിക്കുന്നതുകൊണ്ടൊക്കെ 2-3 ദിവസം കൂടുമ്പോഴൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടും. കാറായാലും ഏതെങ്കിലും ബൈക്കാണെങ്കിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സ്റ്റാർട്ട് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ 3-4 കുറേ ദിവസമൊക്കെ കൂടി ഇരിക്കുമ്പോൾ ഒരു ഇതാണല്ലോ. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തോ, ചക്ക എടുത്തിട്ട് മേളിൽ പോയി. ഇനി അത് വെട്ടിപ്പറിക്കൊക്കെ വേണം കേട്ടോ. പിന്നെ അത് എൻ്റെ ഏട്ടൻ്റെ ബൈക്ക്, അതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്താ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്നൊന്നും അറിയില്ല. ഒത്തിരി കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോഴാണ് പെട്രോൾ ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സത്യം ഞാൻ പിന്നീട് ലാസ്റ്റാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ടു. കാരണം കവറിലൊക്കെ ഇട്ടിട്ട് എപ്പോഴും കവറിട്ട് വെച്ചേക്കാണ് കേട്ടോ, പൊടിയും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ഇനി പെട്രോൾ വാങ്ങിച്ചതിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന്. പക്ഷേ അല്ല, പെട്രോൾ ഇല്ലാഞ്ഞിട്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബൈക്കും കാറൊക്കെ ഒരുമിച്ച് തന്നെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒക്കെ ഒരുമിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുവേ. പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അമ്മ ചക്കയൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വന്ന് 2 യെല്ലോ നൈറ്റിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾ നല്ല ചക്ക മുറിക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര പാടായിരുന്നു കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയാണ്, എനിക്കിങ്ങനെ ചക്ക മുറിച്ചെടുക്കാൻ അങ്ങനെ അറിയില്ല, ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അമ്മ അത് മുറിച്ചെടുത്ത്, അമ്മ ഇതിനൊക്കെ എക്സ്പേർട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് പിന്നെ അത് വൃത്തിയാക്കി, അത് അല്ലാണ്ട് അരിയുന്നതൊക്കെ അമ്മ തന്നെയാണ്. പിന്നെ അതല്ലാണ്ട് ചക്കച്ചുള അതിൻ്റെ കുരുവൊക്കെ വേർതിരിച്ച് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. പക്ഷേ ഭയങ്കര പണിയാണ് ഈ ചക്ക വൃത്തിയാക്കുക എന്നുള്ളത്, ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ വേവിച്ചാൽ കഴിക്കാൻ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക വേവിച്ചത്. അപ്പോൾ അത് കൊച്ചിലെ മുതൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ഇതുപോലെ കറിയൊക്കെ വെച്ച് തരായിരുന്നു. അപ്പോൾ ചേച്ചി മേലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നന്ന സത്യങ്ങൾ. ഹലോ ഗൈസ്, എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ. ഞാൻ അപർണ രമേശ്, വീണാവിനാരുടെ നാത്തൂരാണ്. എൻ്റെ ആങ്ങള അബദ്ധവശാ കല്യാണം കഴിച്ചതാണ്. 3 മക്കളുണ്ടായിപ്പോയതുകൊണ്ട് മാത്രം 3 മക്കളുണ്ടായിപ്പോയി. പിന്നെ തലയിലായിപ്പോയി. ഞങ്ങൾ നൈസായിട്ടങ്ങ് ഇതാക്കി. പിന്നെ ഈ കാണുന്ന ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. നേരം വെളുത്ത് ഒരു വക ചെയ്യത്തില്ല, 24 മണിക്കൂർ പൂജയും കർമ്മവും. ഇവിടെ ഞങ്ങളെല്ലാം ഇങ്ങനെ ബന്ധിച്ചിട്ടേക്കാണ് ഗൈസ്. പിന്നെ ചക്ക വേവിക്കാനോ വെട്ടാനോ ഒന്നും അറിയത്തില്ല, തിന്നാനല്ലാതെ അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ചേച്ചി അങ്ങോട്ട് കളിയാക്കും, ചേച്ചി എന്നെ ഇങ്ങോട്ട് കളിയാക്കും. ഭയങ്കര ഒരിതായിട്ട് നാത്തൂന്മാരായിട്ടല്ലേ ഞങ്ങൾ ഇവിടെ. അമ്മയാണെങ്കിലൊക്കെ അത് തന്നെ ഞങ്ങൾ ഭയങ്കര ചില സമയം ഭയങ്കര ഫ്രണ്ട്സായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തുറന്ന് പറയും. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ അപ്പോൾ ഇത് കട്ട് ചെയ്യുമെന്നാണ് പുള്ളിക്കാർ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട്, നീ കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്തില്ല, ഞാൻ ഇടുകയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ബാക്കി എനിക്ക് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ ചേച്ചി വെള്ളം കുടിക്കാൻ അങ്ങനെ എൻ്റെ വന്നതാണ് കേട്ടോ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ചക്കയെല്ലാം വൃത്തിയാക്കി. അപ്പോൾ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് മരം വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. ചക്ക വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഞാൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ചേച്ചിയും കുറച്ച് കഴിച്ചു, ഞാനും കുറച്ച് കഴിച്ചു. ഞങ്ങളിങ്ങനെ വൃത്തിയാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും
പലഹാരങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആരും അറിയാണ്ട് ഞങ്ങളിങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ചക്ക നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരും കഴിക്കുന്നതാണ്. ചക്ക ഇങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചൊന്ന് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെന്താ ഞങ്ങൾ ചക്കയൊക്കെ, പക്ഷേ ഇത് ഒരുപാട് വൈകിട്ടോ. നമ്മൾ വൈകുന്നേരത്തേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്, രാത്രിയിൽ നമ്മൾ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ മതിയല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്നാണ് കേട്ടോ. പക്ഷേ എല്ലാം വൃത്തിയാക്കി അമ്മ എല്ലാം അരിഞ്ഞിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാടല്ല, ഒരു 5 മണിയൊക്കെ ആയി തോന്നുന്നു കേട്ടോ. അമ്മ ചോറ് പോലും ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേച്ചി പിന്നെ അരിഞ്ഞ് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നു. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. വിശന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ 2 ദോശ അങ്ങനെ കഴിച്ചുള്ളൂ. അവന്മാരെ കൊണ്ടാക്കാനുള്ള ധൃതിയിലൊക്കെ, കാരണം നമ്മളങ്ങനെ കഴിക്കാനൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ഇതാവും കേട്ടോ. പിള്ളേരെ കൊണ്ടാക്കാനൊക്കെ സമയം പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടി പോവില്ല. അങ്ങനെ ഞാൻ രാവിലത്തെ കഴിപ്പ് അങ്ങോട്ട് ശരിയായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്കയെല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ട് അമ്മ പറഞ്ഞു നീക്ക് വിളിച്ചുകൊണ്ട് വാ, ഞാൻ ചക്ക അരിഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ ചോറും നമ്മുടെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അമ്മർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നമ്മൾ പിള്ളേർക്ക് കൊണ്ടുപോകാൻ എന്തായാലും നമ്മൾ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ചക്ക പിന്നെ നമ്മൾ വൈകിട്ടേക്ക് എടുത്തതാണ്. അപ്പോൾ ഞാൻ കറിയും ചോറൊക്കെ കഴിച്ചിട്ട് ഉള്ളത് എല്ലാ കറികളൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ലഞ്ച് ബോക്സും പിന്നെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം നമ്മൾ അന്നേരം കൈയോടെ തന്നെ കഴുകി വെക്കും. അല്ലെങ്കിൽ അതിനകത്ത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവത്തില്ലേ. പേച്ചിലെല്ലാം കണ്ടിട്ട് നമ്മൾ അന്നേരം തന്നെ കഴുകി വെക്കും. പിന്നെ ഫസ്റ്റ് ഞാൻ അവന്മാരോട് അതാണ് കേട്ടോ പറയുന്നത്, വന്ന ഉടനെ തന്നെ ക്യാരി ബാഗിൽ നിന്ന് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറയും. കാരണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ പിന്നെ അതെല്ലാം കഴുകി വെക്കാണ്. അപ്പം നമ്മൾ അവന്മാർക്ക് രാവിലെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോര് വെച്ചായിരുന്നു. പിന്നെ മോര് തലേന്ന് രാത്രി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, അത് കൊടുത്തു വിട്ടില്ല. പിന്നെ അല്ലാണ്ട് ക്യാബേജ് മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് മീൻ നമുക്ക് കിട്ടിയ മത്തിയാണ് കേട്ടോ. അത് അമ്മ തന്നെയാണ് വൃത്തിയാക്കിയത്. എനിക്ക് കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി. അപ്പോൾ മീൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ.